നമസ്കാരം. തിരുവനന്തപുരം നെട്ടുകാൽ തേരിയിലെ തുറന്ന ജയിലിന്റെ 180 ഏക്കർ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിന് കൈമാറാൻ സുപ്രീം കോടതി അനുമതി നൽകിയതോടെ കേരളത്തിനത് പുതിയ വ്യവസായ കുതിപ്പാകും. രാജ്യത്തെ തുറന്ന ജയിലുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസിൽ കേരള സർക്കാർ നൽകിയ ഇടക്കാല അപേക്ഷയിലാണ് ജസ്റ്റിസ് വിക്രം നാഥ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. ബ്രഹ്മോസ് എയർലൈൻസ് ട്രിവാൻഡ്രം ലിമിറ്റഡിന് ഭൂമി നൽകുക വഴി രാജ്യസുരക്ഷയ്ക്കും പ്രതിരോധ വളർച്ചയ്ക്കും നേരിട്ട് സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് അനുമതി. കേന്ദ്ര സായുധ പോലീസ് സേനയായ സശസ്ത്ര സീമാ ബലിന് 45 ഏക്കറും കേന്ദ്ര ഫോറൻസിക് സയൻസ് സർവകലാശാലയ്ക്ക് 32 ഏക്കറും നൽകാൻ അനുവദിക്കണമെന്ന അപേക്ഷയും സുപ്രീം കോടതി അംഗീകരിച്ചു. ജയിലിന്റെ പ്രവർത്തനത്തിന് 100 ഏക്കറിൽ താഴെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പദ്ധതികൾക്ക് സ്ഥലം നൽകുന്നത് ജയിലിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നും സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേരാജൻ ശങ്ക വഴി ഫയൽ ചെയ്ത അപേക്ഷയിൽ സർക്കാർ വ്യക്തമാക്കി. ദേശീയ ഫോറൻസിക് സയൻസസ് സർവകലാശാലയുടെ ക്യാമ്പസ് സ്ഥാപിക്കുന്നതിലൂടെ ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങൾ ലഭ്യമാകും. സൈബർ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഫോറൻസിക് ഇന്നവേഷൻ കേന്ദ്രങ്ങൾ എന്നിവയും ഇതിലുണ്ടാകും. SSB ബറ്റാലിയന്റെ ആസ്ഥാനം കേരളത്തിൽ സ്ഥാപിക്കുന്നതോടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യം നടപ്പാവും. ഇതുവഴി കേന്ദ്ര സായുധ പോലീസ് സേനയുടെ സ്ഥിരം സാന്നിധ്യം കേരളത്തിന് ലഭിക്കുകയും രാജ്യസുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്യും. DRDOയ്ക്ക് കീഴിലുള്ള BATLന് തിരുവനന്തപുരത്തെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനാണ് പദ്ധതി. അത്യാധുനിക മിസൈലുകൾക്കും ഉപകരണങ്ങൾക്കുമായി 2ാമത്തെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങും. BATL വികസന പദ്ധതി വഴി എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കുമായി 500-ലേറെ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകും. പരോക്ഷമായി 100ഓളം തൊഴിലുകളും സൃഷ്ടിക്കപ്പെടും. ഇതുവഴി സംസ്ഥാനത്തിന് 15 വർഷം കൊണ്ട് 2500 കോടിയുടെ GST വരുമാനവും പ്രതീക്ഷിക്കുന്നുണ്ട്. തദ്ദേശീയമായ വലിയ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു എന്നതാണ് ബ്രഹ്മോസ് യൂണിറ്റിന്റെ വരവോടെ സംഭവിക്കുന്ന പ്രധാന കാര്യം. പ്രദേശവാസികൾക്ക് ഉയർന്ന നൈപുണ്യമുള്ള തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കപ്പെടും. ഈ 3 സ്ഥാപനങ്ങളിൽ മാത്രമല്ല, മറിച്ച് പുറത്ത് സ്വകാര്യമായും നിരവധി സ്ഥാപനങ്ങൾ ചുറ്റിപ്പറ്റി വളർന്നു വരും. എഞ്ചിനീയർമാർക്കുള്ള നേരിട്ടുള്ള ജോലികൾ ഇതിൽ പെടുന്നു. മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, എയറോസ്പേസ് മേഖലകളിൽ മാത്രമല്ല, നിരവധി സപ്പോർട്ട് റോളുകളിലും ജോലികൾ സൃഷ്ടിക്കപ്പെടും. ഉദാഹരണത്തിന് ഗുണനിലവാര നിയന്ത്രണം, ലോജിസ്റ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവ. രാജ്യത്തെമ്പാടു നിന്നും ജോലിക്ക് ആളുകളെ എടുക്കുന്ന സ്ഥാപനങ്ങളാണ് DRDO, SSB, ദേശീയ ഫോറൻസിക് സർവകലാശാല എന്നിവ. എങ്കിലും തദ്ദേശീയമായി മാത്രം സോഴ്സ് ചെയ്യാവുന്ന നിരവധി ഘടകഭാഗങ്ങളും മറ്റുമുണ്ടാകും. ചിലതരം അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾക്കും ലോജിസ്റ്റിക് ജോലികൾക്കും എല്ലാം പ്രദേശവാസികളാണ് നികത്തുന്നത്. ഇത് നഗരത്തിലെ സാങ്കേതിക തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. പ്രിസിഷൻ മെഷീനറിംഗ്, സെൻസറുകൾ, മെക്കാനിക്കൽ ഘടകങ്ങളുടെ നിർമ്മാണം, ലോഹ സംസ്കരണം, IT സോഫ്റ്റ്വെയർ പിന്തുണ, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലെല്ലാം തൊഴിൽ സൃഷ്ടിക്കപ്പെടും. തിരുവനന്തപുരത്തും സമീപ ജില്ലകളിലുമുള്ള ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വെണ്ടർ കരാറുകളിലൂടെയും സബ് കോൺട്രാക്ടിങ്ങിലൂടെയും പ്രയോജനം ലഭിക്കും. ഇതിലൂടെ ഉണ്ടാകുന്ന നേട്ടം തൊഴിൽ ലഭിക്കുന്നു എന്നത് മാത്രമല്ല, പ്രാദേശികമായി അന്തർദേശീയ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വകാര്യ പങ്കാളികളും വളരുന്നു എന്നതാണ്. വിഴിഞ്ഞം സജീവമാകുന്നതോടെ ഇത്തരം ബിസിനസ്സുകൾക്ക് രാജ്യാന്തര തലത്തിലും ബിസിനസ്സുകൾ പിടിക്കാൻ കഴിയും. അവരുടെ സാങ്കേതിക നിലവാരം, ഗുണനിലവാര മാനദണ്ഡങ്ങൾ, സർട്ടിഫിക്കേഷൻ എന്നിവ അപ്ഗ്രേഡ് ചെയ്യപ്പെടുമെന്നും ചുരുക്കം.